മെട്രോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പാരമ്പര്യ രോഗങ്ങൾ, ശാപങ്ങൾ ഇവയെക്കുറിച്ചൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ DNA കോഡിൽ മാറ്റം സംഭവിക്കുന്നു എന്നും ഒറിജിനൽ ആയിട്ട് ദൈവം എഴുതിയതിന് മേളിലൊരു ഓവർ റൈറ്റിംഗ് വന്നു, യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ അതെല്ലാം മാറി എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾ അതിക്രമങ്ങളാകുന്നത്, അത് അകൃത്യങ്ങളാകുന്നത് എന്നുള്ളതെന്നല്ല നമ്മൾ സംസാരിച്ചു. ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ പ്രീവിയസ് എപ്പിസോഡ് കാണുക. ഇതുപോലെ തന്നെ നല്ല കാര്യങ്ങളിലും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് മോശ കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്, നല്ല കാര്യങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. 2 തിമോത്തി 1:5 നമുക്കൊരു എക്സാമ്പിളാണ്. പൗലോസ് തിമോത്തിയോസിനോട് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആ വിശ്വാസം ആദ്യം നിൻ്റെ വലിയമ്മ ലൂവീസിലും അമ്മ യുനീക്കിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതൊരു വിശ്വാസം 3ാം തലമുറയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം ഇവിടെ പറയുന്നു, അല്ലേ? 3ാം തലമുറയിലേക്ക് വിശ്വാസം. ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ കഴിഞ്ഞ നാളുകളിലൊക്കെ ഉള്ള വിശ്വാസ വീരന്മാരും വിശ്വാസ ജീവിതത്തിലൊക്കെ ഉള്ള ആളുകൾ, ഇപ്പം നമുക്ക് കാണാവുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പം ഈ ക്രിസ്ത്യൻ മിഷനിൽ ഇൻവോൾവ് ഒക്കെ ആയിട്ടുള്ള ഈ കുടുംബങ്ങൾ, ഓരോ കുടുംബങ്ങൾ, അവിടെയൊക്കെ ലൈഫ് എടുത്ത് ഞാനൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, വല്യപ്പന്മാരൊക്കെ ഇപ്പം നമുക്കറിയാവുന്ന അത്രേ പറ്റുള്ളൂ. അതിന് മുമ്പുള്ള തലമുറകളെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല, നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ചില എക്സെപ്ഷണലായിട്ടുള്ള ആളുകളെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ 2-3 തലമുറകളെ നമുക്കറിയാം വല്യപ്പന്മാരുടെയൊക്കെ നല്ല വിശ്വാസ വീരന്മാരായിരുന്ന ആളുകളുടെയൊക്കെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വിശ്വാസത്തിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. ചില എക്സെപ്ഷണൽ കേസസ് കാണും, പിശാച് വന്നിട്ട് തെറ്റിച്ചുകൊണ്ട് പോയത്. എന്നാൽ ജനറലായിട്ടുള്ള കേസുകൾ അവർ വിശ്വാസത്തിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. അന്നേരം 3ാം തലമുറയിലെ വിശ്വാസം കയറി പിടിച്ചുകൂടെ? ആർക്കാണ്? തിമോത്തിയോസിനോട്. അതായത് നല്ല കാര്യങ്ങൾ ജനറേഷനിലായി പകരപ്പെടുന്നുണ്ടെങ്കിലേ പാപം എത്രയധികമായിരിക്കും. കാരണം പിശാച് സപ്പോർട്ട് ചെയ്യാനും മറ്റേ നല്ല കാര്യങ്ങൾ അല്പം ബുദ്ധിമുട്ടാണ് വരാൻ. എന്നാലും മറ്റേതിന് പിശാചിൻ്റെ വലിയൊരു സപ്പോർട്ടും കൊണ്ട് ഈ അകൃത്യങ്ങൾ തലമുറയിലേക്ക് പകരപ്പെടാനായിട്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, പാരമ്പര്യ ശാപമുണ്ട്. ജനറേഷണൽ കേഴ്സ് ഒരു പാക്കേജായിട്ടാണ്. ജനറേഷണൽ കേഴ്സസ്, ജനറേഷണൽ സ്പിരിറ്റ് ആൻഡ് ജനറേഷണൽ സിക്നെസ്. ഇതൊരു പാക്കായിട്ടാണ് വരുന്നത്. ശാപങ്ങളുണ്ട്, ദുഷ്ട ആത്മാക്കളുണ്ട്, ഇതുപോലെ തന്നെ സിക്നെസ് ഉണ്ട്. ഇതൊക്കെ തന്നെ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഇത് പ്രകടമാക്കുന്ന കാണാം. കഴിഞ്ഞ ദിവസത്തിലെ ഒരു ശുശ്രൂഷയിൽ ഞാൻ പോയപ്പോൾ വിശ്വാസികളുടെ ജീവിതത്തിൽ പോലും പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ കാണുകയും പിശാച് പോവുകയും പ്രാർത്ഥനകൾ കൂടി പിശാച് ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നതൊക്കെ കാണാനായിട്ട് ഇട വന്നു. എത്ര ശ്രമിച്ചിട്ടും ചില സ്വഭാവങ്ങൾ, ചില സംസാര രീതികൾ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് കഴിയുന്നില്ല, അല്ലേ? ശരിയല്ലേ? ചില സ്വഭാവങ്ങൾ എത്ര ഈ രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാലും അപ്പനോ അമ്മയോ ഒക്കെ മരിച്ചു കഴിയുമ്പോഴാണ് പൊതുവെ കാണപ്പെടുന്ന, പ്രായമാകുമ്പം കാണപ്പെടുന്ന ഒരു രോഗമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അപ്പനും അമ്മയും മരിച്ചു കഴിയുമ്പോഴാണ് പലരുടെയും ഈ ഡയബറ്റിസ് അല്ലെങ്കിൽ ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ദൈവം നമ്മളെ വിടുവിച്ചിട്ടുണ്ട്. വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിച്ചാൽ യേശുക്രിസ്തുവിനാൽ എനിക്ക് പൂർണ്ണ വിടുതൽ ഉണ്ട് എന്ന് നമ്മൾ മറന്നുപോകാൻ. നമുക്കിത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. യേശുക്രിസ്തുവിനാൽ നമുക്ക് പൂർണ്ണ വിടണം. ഓൾറെഡി കാൽവറി ക്രൂശിൽ ഇത് വഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്താണ്? ഇത് നിങ്ങളുടേതാക്കുകയാണ് ആവശ്യം. കാൽവറി ക്രൂശിലെ സകല ജനറേഷണൽ കേഴ്സസും ജനറേഷണൽ സ്പിരിറ്റും ജനറേഷണൽ സിക്നെസ്സും എല്ലാം കാൽവറിയിൽ വിടുതൽ എന്നാണ്. അത് നമ്മുടേതാക്കി എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ജീവിതം സ്വതന്ത്രമാകും, സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാവും, ശരീരത്തിന് വ്യത്യാസം ഉണ്ടാവും, രോഗം മാറ്റപ്പെടും. മുൻ തലമുറയിലുള്ള രോഗം ക്രോമോസോമൽ വഴി ട്രാൻസ്ഫർ ചെയ്ത് വന്നത് ഒക്കെ മാറ്റപ്പെടും. അതെങ്ങനെയാണ്? അത് നമ്മൾ റിയലൈസ് ചെയ്യുക, ഒരു നോളജ് നമുക്കുണ്ടാകുക, നമ്മൾ ഏറ്റെടുക്കുക, പ്രാർത്ഥിക്കുക. ഇപ്പം തന്നെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഈ ആസ്മയുടെ ക്രോമോസോം ലൊക്കേഷൻ
അതെവിടാണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ ഹാർട്ട് അറ്റാക്ക് വരുന്ന രോഗത്തിൻ്റെ ക്രോമോസോം ഏതാണെന്ന് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം. സ്പിരിച്വൽ ഡിപ്രഷൻ്റെ അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങളെ തളർത്തുന്ന ക്രോമോസോം ഏതൊക്കെയാണ്? ഇപ്പോൾ ഈ ആസ്മയുടെ ക്രോമോസോം നമ്മൾ ഗൂഗിൾ ചെയ്ത് അതിൽ കാണുന്നത് 5, 6, 11, 14 എന്നുള്ള നമ്പറാണ്. അതുപോലെ എല്ലാം ഉണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള. അന്നേരം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഈ ക്രോമോസോം ആസ്മ ഉണ്ടാക്കുന്ന 5, 6, 11, 14 എന്നുള്ള ക്രോമോസോം എൻ്റെ ജീവിതത്തിൽ ആസ്മ ഉണ്ടാക്കുന്നെങ്കിൽ യേശുക്രിസ്തു കാൽവറി ക്രൂശിലെ അതിനു വേണ്ടിയും യാഗമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഇരുന്നാൽ അതിൽ നിന്ന് ഒരു വ്യത്യാസം നമുക്ക് വരും. കർത്താവിനെല്ലാം DNA ക്ലീൻ ചെയ്യാൻ പറ്റും. DNA ക്ലെൻസിങ് പ്രെയർ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ ഉണ്ട്. അതിനകത്ത് നമുക്ക് കാണാൻ എല്ലാ ഓവർ റൈറ്റിങ്ങും മായ്ച്ചു കളയും. യെശയ്യാ പ്രവചനം 43:25 എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിൻ്റെ പാപങ്ങളെ ഓർക്കുകയുമില്ല. നിൻ്റെ എല്ലാ ട്രാൻസ്ഗ്രഷനും നിൻ്റെ എല്ലാ അതിക്രമങ്ങളെയും ഞാൻ മായ്ച്ചു കളയും, അതും അതിൻ്റെ പാപങ്ങളെ നീ ഓർക്കുകയുമില്ല എന്ന് ദൈവം പറയുന്നു. അതുകൊണ്ട് ഈ ജീവിതത്തിലെ ഒരുപാട് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ കുടുങ്ങി നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കളയരുത്. ദൈവം എഴുതിയ ഒറിജിനൽ ഡെസ്റ്റിനിയിലേക്ക് നമുക്ക് എത്തിച്ചേരാം. നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് വന്നു ചേരും. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇതുപോലെ തന്നെയാണ് കാരണം കൂടാതെ വാക്കുകൾ കൂടി നമ്മൾ ഏറ്റെടുക്കുന്ന ശാപങ്ങൾ. ഒരുപാട് ശാപങ്ങൾ ജീവിതത്തിലെ വാക്കുകൾ കൂടി കയറി വരുന്നുണ്ട്. അത് നമുക്ക് ഇനി തുടർന്ന് ചിന്തിക്കേണ്ടതാണ്. അതും കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മൾ ഈ കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോഴതിലൊക്കെ ദൈവം നമ്മളെ വിടുവിക്കുന്നതായിട്ട് കാണാം. സദൃശവാക്യം 26:2 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കുരുകിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. കാരണമില്ലാതെ ശാപം വരികയില്ല. അത് നമ്മുടെ പുറകെ വരും, നമ്മളെ ഓവർടേക്ക് ചെയ്യും, ചില സമയങ്ങളിൽ നമ്മളെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് പലപ്പോഴും ഈ ശാപം നമ്മുടെ ജീവിതത്തിലുള്ളതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാതെ നമ്മൾ അലയുന്നതായിട്ട് കാണാം. ഇതിന് പ്രത്യേകമായിട്ട് നമ്മൾ സാധാരണ കർത്താവേ എൻ്റെ ശാപത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പറഞ്ഞാൽ അത് ആ പ്രാർത്ഥന ചിലപ്പോഴേ സ്പെസിഫിക് ആവത്തില്ല. കാരണം എപ്പോഴും നമ്മളെ കുരുക്കാൻ വേണ്ടിയല്ല ഈ പിശാച് നടക്കുന്നത്. അവൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അറക്കുകയും മുടിക്കുകയും ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ടൊരു പ്രത്യേക പ്രാർത്ഥന ചില കാര്യങ്ങളിൽ ആവശ്യമാണ്. അത് പ്രൂവ് ചെയ്യാൻ എന്തുകൊണ്ടാണത് വേണം എന്ന് പറയുന്ന കാര്യം. സങ്കീർത്തനം 31:1 ദാവീദ് പറയുന്ന കാര്യമാണ്, നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഇവിടെ വഴികളെ സൂക്ഷിക്കണം, നാവുകൊണ്ട് പാപം ചെയ്യരുത്, ദുഷ്ടൻ ഇരിക്കുമ്പോഴേ ഒന്നും മിണ്ടരുത്, വായ് കടിഞ്ഞാണിട്ട് കാക്കും. ഈ ദുഷ്ടൻ എന്ന് പറയുന്ന ആരാ? ദുഷ്ടൻ എന്ന് പറയുന്ന പിശാചാണ്. ഈ ദുഷ്ടൻ എപ്പോഴും നമ്മളെ ക്ലെയിം ചെയ്ത് നമ്മൾ പറയുന്ന വാക്കുകൾ കൂടി അവന് നമുക്ക് ലീഗലായിട്ടുള്ളൊരു റൈറ്റിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യണം. കാരണം യേശുക്രിസ്തു നമ്മളെ വിടുവിച്ചു, അവന് ഉയരത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ റിപ്പൻറ്റൻസിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞതാണ്, പാപം ചെയ്യുമ്പോൾ എത്രയും വിഷമിക്കുന്ന യേശുവാണ്. നമ്മുടെ നാവ് കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ പറയുകയും ശാപം വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോഴേ അത് ക്ഷമിക്കപ്പെടാതെ അവിടെ കിടക്കുമ്പോഴേ അതൊരു ലീഗൽ റൈറ്റായിട്ട് പിശാച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി നിൽക്കും. ഇത് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണാം. ഇയ്യോബ് നാവ് കൊണ്ട് പോലും പാപം ചെയ്തിരുന്നില്ല. ഇത് ദൈവത്തിൽ നിന്ന് നന്മ വരിക, തിന്മയും ദൈവത്തിൽ നിന്ന് വരട്ടെ എന്ന് ഇയ്യോബ് പറഞ്ഞതായിട്ട് നമ്മളെ കാണുന്നു. അതുകൊണ്ട് ഒരിക്കലും നാവ് കൊണ്ട് പാപം ചെയ്യാനായിട്ട് ഇയ്യോബ് തുനിഞ്ഞില്ല. അവിടെ ദാവീദ് പറയുന്നത് ഇത് തന്നെയാണ്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ.
അതുകൊണ്ട് ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ചുറ്റുമുള്ളതുകൊണ്ട് എൻ്റെ വായെ ഞാൻ കടിഞ്ഞാണിട്ട് കാക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് ദാവീദ് 141 സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: യഹോവേ, എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി അധരദ്വാരം കാക്കണമേ. ഇതാണ് ദാവീദിൻ്റെ പ്രാർത്ഥന. ദേഷ്യം വരും, നമ്മൾക്കൊക്കെ പലപ്പോഴും ദേഷ്യം വരും. സാധാരണയുള്ള നോർമലി നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം കാണുമ്പോൾ നമ്മൾ റിറ്റാലിയേറ്റ് ചെയ്യാനും ദേഷ്യം കാണിക്കാനും, ആ സമയത്ത് ഒരാൾ നമ്മളെ ഒരു ചൊടിപ്പിക്കുന്ന, നമുക്ക് ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു റിറ്റാലിയേറ്റ് ചെയ്ത് അവനെ കേഴ്സ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും പറയരുത്. നമ്മൾ അനുഗ്രഹിക്കുകയാണ് ആവശ്യം, അനുഗ്രഹിക്കുന്നവരാണ്. ഡു നോട്ട് ഡു സെൽഫ് കേഴ്സ്. അതുപോലെ നമ്മളെ തന്നെയും നമ്മൾ ശപിക്കരുത്. ചില ആളുകൾ, അയ്യോ ഞാൻ അറിയാതെ ചെയ്തു പോയി, എന്നെ അങ്ങ് ശപിക്കുകയാണ്, എന്നെ തന്നെ ശപിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂസിൻ്റെ ഇടയിൽ ഒരു സർവേ നടത്തി കഴിഞ്ഞപ്പോൾ യൂസ് പറയുന്നൊരു കാര്യമാണ്, എന്നെ തന്നെ ഇഷ്ടമില്ലാത്തവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ 60% ഓഫ് ദ യൂത്ത് പറയുകയാണ് എന്നെ എനിക്കിഷ്ടമല്ല. ആണ് ഇപ്പോഴത്തെ തലമുറയുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോഴത്തെ യൂത്ത് പറയുകയാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും എനിക്കിഷ്ടപ്പെട്ടതല്ല എന്നിൽ നിന്ന് വരുന്നത്, അതുകൊണ്ട് ഐ ആം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് വിത്ത് മീ. എനിക്ക് എന്നെ ഇഷ്ടമല്ല. സാധാരണ നമ്മളെ തന്നെയാണ് നമുക്ക് ആദ്യം ഇഷ്ടപ്പെടുന്നത്, അത് കഴിഞ്ഞാലേ ബാക്കിയുള്ളവരെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ ശരീരത്തിന് വേണ്ട പുഷ്ടിപ്പെടുത്തുന്ന കാര്യങ്ങളും ശരീരത്തിന് ഇൻട്രസ്റ്റ് ഉള്ളത് നമ്മൾ ചെയ്യുന്നത്. ഇത് തിരിച്ചാണ് യൂത്ത്സ് പറയുന്നത്, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് വിത്ത് മീ, ഞാൻ എന്നെ തന്നെ ഹെയ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളെ തന്നെ ശപിക്കരുത്, നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. 1 പത്രോസ് 3:10 വാക്യത്തിൽ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെ അടക്കിക്കൊള്ളട്ടെ. നിനക്ക് ആയുസ് വേണമെങ്കിൽ നിൻ്റെ നാക്ക് സൂക്ഷിക്കുക. അതാണ് അവിടെ തരുന്ന മെസ്സേജ്. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെ അടക്കിക്കൊള്ളട്ടെ. 3:9 പറയുന്നത് നിങ്ങളെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹമായിരിക്കും. ഇതെല്ലാം നാവ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ശാപം എല്ലാം വരുന്നത് എവിടെ നിന്നാണ്? ഈ നാവിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ജെയിംസ് യാക്കോബിൻ്റെ ലേഖനം നമ്മൾ എടുത്തു നോക്കിയാൽ 1-ാം അധ്യായം തൊട്ട് 4-ാം അധ്യായം വരെ പലയിടത്തും നാവ് ഒരു തീയാണെന്നും നാവിനെ അടക്കാൻ പറ്റത്തില്ലെന്നും നാവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അതിനകത്ത് പറയുന്നു. നമുക്ക് അതിനെ തുടർമാനമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. ഈ നാവിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാം. ശാപം ഈ നാവിൽ നിന്ന് വരാതിരിക്കാനായിട്ട് നമ്മൾ ചിന്തിക്കാം. അതുപോലെ തന്നെ അടുത്ത എപ്പിസോഡിൽ തീർന്നില്ലെങ്കിൽ ഒരു എപ്പിസോഡ് കൂടെ എടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഫോർഫാദേഴ്സ് ലുള്ള രോഗങ്ങൾ നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരുമ്പോഴേ നമ്മൾ ആ DNA ക്ലീൻ ചെയ്ത് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതാണ് പറഞ്ഞത്, ജനറേഷണൽ കേഴ്സസ്, ജനറേഷണൽ സ്പിരിറ്റ്, ജനറേഷണൽ സിക്നെസ്, അതിൽ നിന്ന് നമ്മൾ എങ്ങനെ വിടുതൽ പ്രാപിക്കണമെന്ന് പറഞ്ഞു. 2ാമത്, ശാപങ്ങൾ വന്നു കയറുന്നത് നമ്മൾ മറ്റുള്ളവരെ ശപിക്കുന്ന കാര്യം. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ വിടുതൽ പ്രാപിക്കണം. ഇതിൻ്റെ ഫൈനൽ ഈ ഒരു ആന്തരികമായിട്ടുള്ള സൗഖ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെലിവറൻസ്, അതിൻ്റെ ഫൈനൽ പ്രയർ നമ്മൾ ഇതിനെല്ലാത്തിനും എതിരായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം അതിൽ നിന്നൊക്കെ നമ്മളെ വിടുവിക്കും, നമ്മളെ സഹായിക്കും. കർത്താവെ, ഇന്ന് ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജനറേഷനായിട്ട് വന്നിരിക്കുന്ന എല്ലാ സിക്നെസ്സസും ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഏത് കാരണമായാലും അത് കർത്താവെ ഞങ്ങളെ സ്പെസിഫിക്കായിട്ട് ഉപവാസത്തോടെയും പ്രാർത്ഥനയോടുകൂടിയും അത് പ്രാർത്ഥിച്ച് അതിൽ വിടുതൽ പ്രാപിപ്പാനായിട്ട് കർത്താവെ നീ ഞങ്ങളെ സഹായിക്കുകയും ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കും. അതുപോലെ കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശാപങ്ങൾ കർത്താവെ, മറ്റുള്ളവരെ ഞങ്ങൾ അറിയാതെ ശപിച്ചു പോയത് ഞങ്ങളോട് ക്ഷമിക്കണമേ. അതുപോലെ കർത്താവെ, ഞങ്ങളെ തന്നെ ഞങ്ങൾ ശപിച്ചത് കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ ശാപങ്ങൾ ഏതെങ്കിലും തലമുറയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിപ്പാനായിട്ട് കർത്താവെ കൃപ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ജീവിതത്തിലെ പല തടസ്സങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം അത് ദൈവസന്നിധിയിലെ ഓരോന്ന് ഓർത്ത് ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കർത്താവെ നീ കൃപയൊരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ.
ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്തവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഇത് തുടർമാനമായിട്ട് ഇത് ചിന്തിക്കുന്ന നിങ്ങൾ എന്നോട് കൂടെ ആകണം. നാവ് വഴിയുള്ള ശാപത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ തീരും. പിന്നെ അതുപോലെ ചില സോൾട്ട് ഐസും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ പറയാനായിട്ടുണ്ട്. പറഞ്ഞ് നമ്മൾ പ്രത്യേകിച്ചും ഈ ജനറേഷണലായിട്ടുള്ള കേഴ്സസ്, അതുപോലെ സിക്നെസ്, സിന്നിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നോട് കൂടെയാണ്. ഒരു ഡെലിവറൻസാണ് നമ്മൾ ഇതിന് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 എപ്പിസോഡ് കഴിയുമ്പോഴേ നിങ്ങളൊരു ടോട്ടൽ ഡെലിവറൻസിലേക്ക് വരും. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് പ്രയോജനമായി നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആ ലിങ്ക് അയച്ചു കൊടുത്താൽ പലരും ഇത് കാണാനായിട്ടും അനുഗ്രഹിക്കപ്പെടാനായിട്ടും ഇടവരും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.